പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതാമൃത പരമ്പരയിൽ രുക്മിണി സ്വയംവരം കഥയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. പുരാണങ്ങൾ ഭാഗവതത്തിലൊക്കെ കഥകളൊക്കെ താത്വികമാണ്. രുക്മിണി എന്ന് പറഞ്ഞാൽ ജീവൻ്റെ പ്രതീകം, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ പ്രതീകം. പഞ്ചേന്ദ്രിയങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അതിനെ കടന്ന് അവിടേക്ക് എത്തണു. ബ്രാഹ്മണൻ ഗുരുവിൻ്റെ സ്ഥാനം എന്നൊക്കെയാണ് അതിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, തൊക്ക, നാക്ക്, ചെവി. അതിൽ കണ്ണ് രുക്മി ആണ് ആദ്യമായിട്ട് തടസ്സമാവുക. അപ്പോൾ സത്സംഗം കൊണ്ടും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈശ്വരനിലേക്ക് എത്തൊക്കെ വേണം. 2-3 സംഗതികൾ ചേരണം. സ്വയം പരിശ്രമം വേണം, ഗുരുവിൻ്റെ അനുഗ്രഹം വേണം, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ഇതൊക്കെ ചേർന്നാലാണ് ഈശ്വരാനുഭവം എന്ന മഹാഭാഗ്യം, ജീവനെ സംബന്ധിച്ച് മഹാഭാഗ്യം ഉണ്ടാവുള്ളൂ. അതാണ് ശരിക്കും രുക്മിണി സ്വയംവരം. അല്ലാണ്ട് ഈ പടക്കം പൊട്ടിക്കലും വാദ്യഘോഷങ്ങളും രുക്മിണിക്കട്ടലും വേഷം കെട്ടലും ഇതൊന്നും അല്ല. ഇതൊക്കെ പിന്നെ വന്നു ചേർന്നതാണ്. പഴയ കാലത്തെ സപ്താഹങ്ങളിലൊന്നും ഇതില്ല. അതാണ് ശരി, ഇത് തെറ്റ്, സംശയമൊന്നുമില്ല. പിന്നെ അതിനുശേഷം ചെറുതായിട്ടൊരു കഥാഭാഗം ഒരു അധ്യായത്തിൽ പറയണം. വിവാഹം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു എന്നാണ് ഏകദേശം വെപ്പ്. ഒരു കാലഘട്ടം രുക്മിണിക്കും കൃഷ്ണനും കൂടിയിട്ടൊരു ഉണ്ണി ഉണ്ടായി എന്ന് പറയാണ്. അതുകൊണ്ടാണല്ലോ വിവാഹം കഴിഞ്ഞാൽ. അപ്പം അതാണ് പ്രദ്യുമ്നൻ എന്ന് പേരിട്ടു. ആ പ്രദ്യുമ്നൻ ശരിക്ക് കാമദേവൻ്റെ അവതാരമാണ് എന്നാണ്. കാമദേവൻ്റെ അവതാരം. ഇത്രയധികം സൗന്ദര്യം ഉണ്ടാവുമെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതും ഭഗവാന്റെ പുത്രനാവുമ്പോൾ പിന്നെ പറയാനല്ലോ. കാമസ്തു വാസുദേവാംശോ, ഭഗവാന്റെ പുത്രനാവുക, കാമദേവൻ്റെ അവതാരമാവുക, രണ്ടും കൂടി ചേർന്നിരിക്കണം. ഒന്നെ മതി സൗന്ദര്യം ഉണ്ടാവാൻ. അപ്പം അങ്ങനെയുള്ള പ്രദ്യുമ്നനെ ശംബരാസുരൻ എന്ന് പറഞ്ഞിട്ടൊരാസുരൻ, ഈ കുട്ടി ജനിച്ചിട്ട് അധികം താമസിയാതെ പേരൊക്കെ ഇട്ടിരിക്കണു പ്രദ്യുമ്നൻ എപ്പോഴാട്ടാവും സമുദ്രത്തിലേക്ക് എറിയാനുള്ളൊരു കാരണം ഉണ്ടായി. എന്താ ഇപ്പം ഈ കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും കുട്ടിയൊക്കെ എടുത്തിട്ട് സമുദ്രത്തിലേക്ക് എറിയുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസം ഇല്ലേ? ഭഗവാന്റെ രക്ഷാകർതൃത്വത്തിലുള്ളൊരു കുട്ടി അസുരൻ അപഹരിച്ചു എന്നാണ് ശംബരാസുരൻ പറഞ്ഞു. അതിനുള്ള കാരണം ഉണ്ടായി. ശംബരാസുരന് പല ഗൂഢവിദ്യകളുമുണ്ട്. ഈ കുട്ടി എടുത്തുകൊണ്ട് പോകണമെന്നൊന്നും മറ്റുള്ളവർ കാണണമെന്നില്ല. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നാണെങ്കിൽ, ഈ ശംബരാസുരൻ എങ്ങനെയെങ്കിലും തനിക്ക് മരിക്കാതെ കഴിച്ചു കൂട്ടണം. എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. ട്യൂബ് വെച്ചിട്ടായാലും ICUവിലായാലും അല്ലേ വെൻറ്റിലേറ്ററിലായാലും ഒരു 2 മിനിറ്റെങ്കിലും ഇവിടെ അധികരിക്കാൻ പറ്റിയാൽ മഹാഭാഗ്യമായി എന്നാണ് പറയുക. ശരിക്കും പറയാച്ചാൽ ഓരോ നിമിഷം പടി ഇരിക്കുന്നതോറും മുള്ളുമ്പിലിരിക്കണ പോലെ ഇല്ലേ? ആലോചിച്ച് നോക്കൂ. അതാണ് ഞങ്ങൾ കളിയായിട്ട് പറയും, ദീർഘായുഷ്മാൻ ഭവ എന്ന് അനുഗ്രഹിക്കുകയേ ചെയ്യരുത് എന്നാണ്. കലിയുഗത്തിൽ കേട്ടോ. കലിയുഗത്തിൽ അങ്ങനെ അനുഗ്രഹിച്ചാൽ എന്താ അർത്ഥം? അനുഭവിക്കുക നീ ഇവിടെ ഇരുന്നിട്ട്, ദീർഘായുസായിട്ട് അനുഭവിക്കുക എന്നത്ര അർത്ഥം. തമാശയായിട്ട് പറയണത് കേട്ടോ. ദീർഘായുസ് തെറ്റാന്നല്ല പറയണത്, തമാശയായിട്ട് പറയും. എന്ത് ഈ ദീർഘായുസ് കൊണ്ട് കാര്യം കലിയുഗത്തിലെന്ന്. അപ്പം മരിക്കാണ്ടിരിക്കണം എന്ന ആസുര ജന്മം, സ്വാർത്ഥ ജന്മം, ഭൗതിക ഭാവമാണത്. ആത്മീയ ഭാവമുള്ളവർക്ക് ഒരിക്കലും ഇവിടെ ഒരു നിമിഷം അധികം ഈ ശരീരത്തിലിരിക്കണമെന്ന് ഉണ്ടാവില്ല. അതങ്ങനെയാണ്. അപ്പോൾ ഈ ശംബരാസുരൻ
മരിക്കാണ്ടിരിക്കാൻ എന്ത് വരാ വാങ്ങിയത്? കാമദേവൻ്റെ കൈകൊണ്ടേ താൻ മരിക്കാൻ പാടുള്ളൂ. അങ്ങനൊരു സൂത്രമാണ് പ്രയോഗിച്ചത്. ഓരോരുത്തർ ഓരോ തരത്തിലാണല്ലോ. രാവും പകലും പാടില്ല, അകത്തും പുറത്തും പാടില്ല, ആകാശത്തും ഭൂമിയിലും പാടില്ല. ഇയാൾ ഇങ്ങനൊരു വരം വാങ്ങി. കാരണം കാമദേവൻ അന്നില്ല. ശിവൻ്റെ കോപാഗ്നിയിൽ ദഹിച്ച കഥ നമുക്കൊക്കെ അറിയാം. തപസ് മുടക്കിയപ്പോൾ ഇല്ലാത്തൊരാൾ വന്നിട്ട് തന്നെ കൊല്ലില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ശംബരാസുരൻ സമാധാനിച്ചത്. ആ സമാധാനം ആരില്ലാണ്ടാക്കി? നാരദൻ. ശംബരാസുര, താനിപ്പോൾ കാമദേവനെ കൊണ്ടേ മരിക്കുള്ളൂ എന്നല്ലേ വിചാരിച്ചിരിക്കണം? കാമദേവൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കേണ്ട. കാമദേവൻ പുനരവതാരം കൈക്കൊണ്ടിട്ടുണ്ട്. മരിച്ച ആൾക്ക് പുനർജന്മം ഉണ്ടാവാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ശിവൻ്റെ കോപാഗ്നിയിൽ ദഹിച്ചുവെങ്കിലും കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും പുത്രനായിട്ട് ദ്വാരകയിൽ പുനരവതാരം ചെയ്തിരിക്കുന്നു. അങ്ങേക്ക് യുക്തം പോലെ ചെയ്തോളൂ. നാരദൻ്റെ ബാധ്യത കഴിഞ്ഞു. ഏഷണി കൂട്ട പോവുക. ഓടി എവിടെ നിന്ന് മറിഞ്ഞു. ശംബരാസുരൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും പ്രദ്യുമ്നനെ ഇല്ലാണ്ടാക്കണം. ഭഗവാന്റെ മകനായതുകൊണ്ട് അതിന് സാധിക്കില്ല എന്നൊക്കെ ഉണ്ടോ ആലോചിക്കാൻ സാധിക്കണം. അങ്ങനെ തൻ്റെ ആസുര സൂത്ര വിദ്യകൾ ആരും കാണാതെ ഒരു തീലേക്ക് പോകാനൊക്കെ പറ്റും. ഇത്രയും ചില വിദ്യകളുണ്ടെങ്കിൽ മന്ത്രശക്തി സിദ്ധിയുണ്ട്. അച്ഛൻ അയാളൊക്കെ അങ്ങോട്ട് എല്ലാവരെയും കാണാം, ഇങ്ങോട്ട് കാണില്ല എന്നാണ്, കള്ളതാണ്. അങ്ങനെയാണ് ദ്വാരകയിലേക്ക് പ്രവേശിച്ചിട്ട് ശംബരാസുരനെ എടുത്ത് കൊണ്ടുപോകുന്നത്. ആരും കണ്ടില്ല. സമുദ്രത്തിലേക്ക് ഒരൊറ്റ കയറ്. ഈ കുട്ടി തന്നെ കൊല്ലണത് എങ്ങനെയാണെന്നൊന്നും അറിയണമല്ലോ. അങ്ങനെയാണ് ഈ കുട്ടി സമുദ്രത്തിലെത്തിയത്. അപ്പോൾ യോഗം പോയ പോക്കാലോചിക്കുകയാണ്. ഒരു മത്സ്യം ഈ കുട്ടിയെ വിഴുങ്ങി. ഒരു മുക്കുവൻ ഈ മത്സ്യത്തിനെ പിടിച്ചു. എന്തോ പന്തിയല്ലാണ്ടൊരു അത്ഭുതം തോന്നി. കുട്ടിയെ വയറ് മത്സ്യത്തിനെ കീറി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഉണ്ണി മരിച്ചിട്ടുമില്ല. അപ്പം ഈ മത്സ്യത്തിനെ എന്ത് ചെയ്തു? അത്ഭുതകരമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു ഉണ്ണിയാണ് മത്സ്യോദരത്തിൽ നിന്ന് കിട്ടിയത് എന്നും പറഞ്ഞ് എന്ത് ചെയ്തു? ശംബരാസുരൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തു. അത്ഭുതമാണല്ലോ. അങ്ങനെ ഒരു മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഉണ്ണിയെ കിട്ടിയിട്ടുണ്ടാവും. വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ടാവും കടലിൽ. രാജാവാണ് ശംബരാസുരനെ. അതുകൊണ്ട് രാജൻ്റെ അങ്ങേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. രാജാവിന് സന്തോഷമായി, ശംബരാസുരന്. അപ്പോൾ അവിടെ ഈ കാമദേവൻ്റെ പത്നി, ഭഗവാന്റെ ഓരോ ഘടനാവിശേഷമാണ്. രതീദേവി ഈ കാമദേവൻ ദഹിച്ചു പോയപ്പോൾ വിധവയായിരിക്കുകയാണല്ലോ. എന്തെങ്കിലും പണിയെടുത്ത് കഴിയാമെന്നും പറഞ്ഞ് ഈ രാജാവിൻ്റെ അവിടെ വെപ്പുകാരത്തിയായിട്ട് നിൽക്കുകയാണ്, വെപ്പാട്ടിയായിട്ട്. അവിടെ കൊണ്ടേ കൊടുക്കൂ, അവർ നോക്കിക്കോളും എന്നും പറഞ്ഞ് രാജാവ് മായാവതി എന്ന ഈ രതീദേവിയുടെ വേർത്ത ആ അവതാരത്തിലത്തെ പേരാണ് മായാവതി. രതീദേവിയാണ് കാമദേവൻ്റെ ഭാര്യയാണ്. ശംബരാസുരൻ്റെ അവിടെ വന്നപ്പോൾ പേരെന്താക്കി? മായാവതി എന്നായി. രതീദേവിയാണെന്ന് ആരും അറിയേണ്ട വെച്ചിട്ടാവാം. എന്തായാലും മായാവതി വളർത്തി. ഈ കുട്ടി ഇങ്ങനെ വലുതായി വരുമ്പോൾ ഈ രതീദേവിക്ക്, അതായത് മായാവതിക്ക്, ഒരാൾ തന്നെ തൻ്റെ ഭർത്താവാണ് എന്ന് മനസ്സിലായി. എങ്ങനെയാ വെച്ചാൽ അറിയുക, മനസ്സിലായി. ചെറിയൊരു കുട്ടിയായിട്ട് വന്നതുകൊണ്ട് ആ കുട്ടിയെ ഒരു അമ്മ സ്നേഹിക്കുന്ന പോലെയല്ല മായാവതി സ്നേഹിച്ച് വളർത്തണം. അങ്ങ് എന്ന് പറയുക, ബഹുമാനിക്കുക, കുറച്ചൊരു ബഹുമാനത്തിരിയിലൊക്കെ ഇങ്ങനെ കണക്കാക്കുക. അപ്പോൾ കുട്ടി കുറച്ചിങ്ങനെ വലുതായപ്പോൾ കുട്ടിക്ക് അത്ഭുതമായി. അമ്മ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണം, അങ്ങ് എന്നൊക്കെ പറയുക, ഞാൻ വരുമ്പോൾ നീട്ട് നിൽക്കുക. മക്കളെപ്പോഴും നമ്മുടെ താഴെയല്ലേ. ആ കുട്ടി വിചാരിച്ചു തൻ്റെ അമ്മയാണെന്ന്. കുട്ടിയല്ലേ, കുട്ടിക്ക് അറിയായൊന്നുമല്ല, എന്നാലും ഇപ്പം അങ്ങനെയല്ലേ അഭിനയിക്കാൻ പറ്റൂ. അപ്പോൾ മായാവതി പറഞ്ഞു, അങ്ങ് എൻ്റെ മകനല്ല, ഞാൻ പ്രസവിച്ചതുമല്ല, അല്ലല്ലോ, വളർത്തു പുത്രനായിട്ട് ഇങ്ങനെ മത്സ്യത്തിൻ്റെ വയറുന്ന് കിട്ടിയതാണ്, അങ്ങ് എൻ്റെ ഭർത്താവാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങനെ ബഹുമാനിക്കാണ്ടിരിക്കുക? പണ്ടത്തെ കാലമാണ്, ഇന്നത്തെ പോലെ നിങ്ങളിത്തിരി മിണ്ടാണ്ടിരിക്കുന്നു പറയുന്ന കാലമല്ല. അങ്ങനെ നല്ല സ്ത്രീകൾക്ക് പെരുമാറാൻ കഴിയൂ ഭർത്താവിനോട്, സ്വതവേ പുരുഷന്മാരോട്, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട്.
അതുകൊണ്ട് നമുക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മയും അച്ഛനും, അതായത് രുക്മിണിയും കൃഷ്ണനും നമ്മളെ കാണാതെ ദുഃഖിച്ചിരിക്കുകയാണ്. കൃഷ്ണനൊക്കെ അറിയാം, എന്നാലും ഒന്നും പറഞ്ഞില്ല ആരോടും. പരിഭ്രമം നടിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. എവിടെ ഉണ്ണി പോയതാണാവോ, എന്നാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റെങ്കിലും കൊടുക്കാൻ പണ്ട്, അപ്പോൾ അത് വഴിയുണ്ടോ നിശ്ചയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ നമുക്ക് ശമ്പരാസുരനെ വധിക്കണം, അസുരനെ വധിക്കണം, എന്നിട്ട് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോണം, രുക്മിണിയുടെയും കൃഷ്ണൻ്റെയും പ്രശ്നം തീർക്കാലോ. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ചെറിയ ഉണ്ണി എങ്ങനെ ശമ്പരാസുരനെ കൊല്ലുക? അതിനും അവിടെ ഉത്തരമുണ്ട്. നാദി ദീർഘേണ സകാഷ്ണി രൂഢയൗവന. പെട്ടെന്ന് തൻ്റെ പ്രായം വർദ്ധിപ്പിച്ചു. പണ്ട് അതിനൊക്കെ വിദ്യയുണ്ട്. നമ്മുടെ ശാസ്ത്രം അവിടേക്ക് എത്തിയിരിക്കണമെന്ന് വേണം മനസ്സിലാക്കാൻ. പെട്ടെന്ന് പ്രായം കൂട്ടുക, പെട്ടെന്ന് പ്രായം കുറയ്ക്കുക. സുകന്യ ശവനമഹർഷിയുടെ പ്രായം കുറച്ച കഥ നമുക്കറിയാം. ആയാണ്ട് കുറച്ചു. അശ്വിനി ദേവതകൾ പറഞ്ഞതനുസരിച്ച് ജീവിച്ചപ്പോൾ അവിടെ കുറയ്ക്കുക ചെയ്ത് ഇവിടെ കൂട്ടുക ചെയ്ത്. ഫാനിൻ്റെ സ്പീഡൊക്കെ കൂട്ടണ പോലെ പ്രായം കൂട്ടാനും കുറയ്ക്കാനുള്ള വൈദ്യവിധി നമ്മുടെ ഭാരതം അത്രയധികം അഡ്വാൻസ്ഡ് ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കുക. പ്രായമൊക്കെ കൂട്ടി ശമ്പരാസുരനോട് വാദിച്ചു, ദ്വാരകയിലേക്കേണ്ട് വന്നു. എല്ലാവർക്കും സന്തോഷമായി. കൃഷ്ണനും രുക്മിണിയൊക്കെ കട്ടിച്ചൊരു ഉണ്ണി ഉണ്ടായതാണ് 100 ആ ഉണ്ണിയെ കാണാനില്ല എന്നും പറഞ്ഞ് ദുഃഖിച്ചിരിക്കുമ്പോൾ ഇതാ അവിടെ തന്നെ വന്നു. മരിച്ച കുട്ടി ജീവിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടി, കുട്ടി മരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അതുപോലെയെന്നർത്ഥം. എല്ലാവരും സന്തോഷിച്ച് അർജുനൻ്റെ ആ ദ്വാരകയിലേക്കുള്ള പുനരാഗമനത്തെ ആഘോഷിക്കുകയും ചെയ്തു. അഭ്യനന്ദൻ ബഹൂനബ്ദാം നഷ്ടം മൃതമിവാഗതം. മരിച്ച കുട്ടി തിരിച്ചു വന്ന പോലെയുള്ള ആഘോഷങ്ങളാണ് അവിടെ ഉണ്ടായത്. ഇത് കഥ ഇത്രയേ ഉള്ളൂ. കഥ അതാണ് ചെറിയ കഥ എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. ഈ കഥയിലേക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എല്ലാ കഥയിലും മനസ്സിലാക്കാനുണ്ടാവും. ഈ ഇങ്ങനത്തെ കഥകളുടെ ഒരു പ്രത്യേകത അതാണ്, ഒരു വെറും കഥയായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഇപ്പം ഇവിടെ 16 വയസ്സ് കാലഘട്ടത്തിലാണത്രേ ഈ പ്രദ്യുമ്നൻ തിരിച്ചു വരുന്നത്, കാണാനില്ലാണ്ടായിട്ടേ. ശരിക്ക് ഈ മരണം ഏത് വഴിയിൽ കൂടിയിട്ടാണ് വരികച്ചാൽ ആ വഴിയിൽ കൂടെ തന്നെ വരും. നമ്മൾ എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല എന്നാണ്. ഇപ്പം മത്സ്യം വിഴുങ്ങി അവിടെ വണച്ചാൽ കുട്ടിക്ക് മരിക്കാം, സമുദ്രത്തിൽ എറിഞ്ഞിട്ട് മത്സ്യം വിഴുങ്ങാതെ മരിക്കാം, അഥവാ ഇതൊക്കെ നടന്നാലും ശമ്പരാസുരൻ്റെ അവിടെ എത്താതിരിക്കാം, വേറെ എവിടെയെങ്കിലും എത്തിക്കൂടെ? അപ്പോൾ ഇതിന്ന് പഠിക്കേണ്ടത് മരണം എന്ത് തന്നെ ആയാലും വിചാരിച്ച വഴി കൂടെ വന്നോളും. വിചാരിച്ച സമയമുണ്ടല്ലോ, എത്ര കൃത്യമാണെന്നറിയോ? വയ്യാണ്ട് കിടക്കുകയാണോ പറഞ്ഞിട്ടൊന്നും അയാൾ മരിക്കില്ല. ആ സമയം വന്നാൽ അപ്പം മരിക്കും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മാറ്റാനോ തിരിക്കാനോ മറിക്കാനോ ആർക്കും തന്നെ കഴിവില്ല എന്ന് ഉള്ളൊരു തത്വമാണ് ശരിക്കും ഇത് കാണിക്കുന്നത്. പിന്നെ ആർക്ക് തന്നെയും എന്ത് തന്നെ രീതി നോക്കിയാലും മരണത്തെ ജയിക്കാനായിട്ട് സാധിക്കില്ല. അത് കൃത്യസമയത്ത് തന്നെ വന്നുകൊള്ളും എന്നുള്ളൊരു തത്വം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ കഷ്ടകാലം, വിഷമം, ദുർഘടം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഭഗവാൻ രുക്മിണിക്ക് അടക്കം കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ, ജനിച്ച ഉടനെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആവുമ്പോഴേ അറിയുള്ളൂ. അത് പറയുമ്പോൾ നമുക്ക് കഥയാണ്. നമ്മൾ കുട്ടിയെ കാണാനില്ല വെച്ചാലോ, പ്രസവിച്ച ഉടനെ ആലോചിച്ച് നോക്കൂ, ഇത്ര പരിഭ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ ദേവകി വസുദേവ ഒരു തടവിലായി, അവിടെ പ്രസവം ഉണ്ടായത്. ശ്രീരാമചന്ദ്രൻ കാട്ടുകൂടെ പോയി അനവധി കഷ്ടപ്പെട്ടു. സീതയോ അതിലേറെ രാവണൻ്റെ അവിടെ ഒരു കൊല്ലം കഷ്ടപ്പെട്ടു. ഇത് ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ്. കഷ്ടപ്പാട്, ദുഃഖം, പ്രാരബ്ധം. ഭഗവാൻ അടക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കാണ് അതിൽ നിന്ന് ഒഴിയാൻ കഴിയുക? അങ്ങനെ ഒരു തത്വം, അങ്ങനെയുള്ള തത്വങ്ങളൊക്കെയാണ് അതെന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടത്. 16 കൊല്ലം കഴിഞ്ഞിട്ട് ബുദ്ധി ഉണ്ടാവുന്നു. പ്രദ്യുമ്നൻ ബുദ്ധിയുടെ തത്വമാണ്. ബുദ്ധി തത്വം പ്രദ്യുമ്നൻ, ചിത്തത്തിൻ്റെ തത്വം വാസുദേവൻ. ഇങ്ങനെയുണ്ട്. 16 വയസ്സ് കഴിഞ്ഞിട്ടാണ് നഷ്ടപ്പെട്ട ബുദ്ധി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ
വേണ്ടത് വേണ്ടപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നില്ല, അയ്യേ അങ്ങനെ ആവായിരുന്നു കേട്ടോ, കഷ്ടം പറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. ഇങ്ങനെ പലർക്കും ഈ ബുദ്ധിക്ക് ഒരു മറിച്ചിലുണ്ട്. വേണ്ട സമയത്താവില്ല തോന്നുക, കഴിഞ്ഞിട്ടാവും അതങ്ങനെ ആവായിരുന്നു എന്ന് തോന്നുക. പിന്നെ സത്രാജിത്ത് സെമന്തകം സൂര്യനെ ഉപാസിച്ചിട്ട് നേടി. ഭരതൻ സൂര്യോപാസന ചെയ്തിട്ടാണ് കുറേ കാലം കഴിച്ചു കൂട്ടിയത്. ഗോകർണൻ സൂര്യനോട് ചോദിച്ചിട്ടാണ് ഭാഗവതം അയച്ച് കേൾപ്പിച്ചത്. പറഞ്ഞു കൊടുത്തത് സൂര്യനാണ്. യാജ്ഞവൽക്യൻ തൻ്റെ നഷ്ടപ്പെട്ട ജ്ഞാനം മുഴുവൻ വീണ്ടെടുത്തത് സൂര്യനിൽ നിന്നാണ്. സൂര്യോപാസനയ്ക്ക് നമ്മുടെ ഭാരതത്തിൽ ഒരു പ്രത്യേക പങ്കുണ്ട്. ആരോഗ്യം നന്നാവാൻ അത്ര ഏറ്റവും സൂര്യനെ ഭജിക്കുക. രാവിലെ ഒരു 108 ഗായത്രി സൂര്യനെ അഭിമുഖമായിട്ട് നിന്നിട്ട് ജപിച്ചാൽ വളരെ നല്ലതാണ്. നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും ശരീരത്തിനൊക്കെ ഉത്സാഹം ഉണ്ടാവാനും എന്നാണ് പറയുക. ഇപ്പം ഇത് വെട്ടിത്തിളങ്ങണ ഈ രത്നം സൂര്യൻ സത്രാജിത്തിന് നൽകി. ഭജിച്ചതല്ലേ, ഇതിരിക്കട്ടെ സത്രാജിത്തെ. ദിനേ ദിനേ സ്വർണ്ണഭാരാൻ അട്ടൗ സസ്ജതി പ്രഭോ. 8 ഭാരം സ്വർണം. 8 ഭാരം എന്ന് പറഞ്ഞാൽ ഒരു ഭാരം തന്നെ 80 കിലോ ഉണ്ട് തോന്നുന്നു. വലിയ കിലോ കണക്കിനുള്ളതാണ് 8 ഭാരം സ്വർണം എന്ന് പറയുക. അത്രയും സമ്പത്ത് ഇത് വെച്ച് പൂജിച്ചാൽ കിട്ടുന്ന രത്നമാണ് സെമന്തക രത്നം. മിന്നിത്തിളങ്ങണ വെട്ടിത്തിളങ്ങണ രത്നം. ഇതും കൊണ്ട് ദ്വാരകയുടെ സമീപത്ത് കൂടെ സത്രാജിത്ത് ഇങ്ങനെ വരുമ്പോൾ യാദവന്മാർ ഭഗവാനെ അറിയിച്ചു. ഭഗവാനെ സൂര്യൻ ഇറങ്ങി വരുന്നുണ്ട് എന്നാണ് തോന്നണം. ഭഗവാൻ സൂര്യൻ ഇറങ്ങി വന്നാൽ നമുക്ക് ആർക്കെങ്കിലും ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അത് സൂര്യനൊന്നും അല്ല. അത് സത്രാജിത്തിന് ഭഗവാൻ സൂര്യൻ എന്തോ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തേജസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സത്രാജിത്തെ ആ രത്നം കുറച്ച് ചെയ്തു ആരെങ്കിലും വയ്ക്കുമോ? ഇവിടെ ചില അസുരബാധ ജനിച്ച ഉടനെ കുട്ടിയെ കാണായൊക്കെയുണ്ട്. പണമൊക്കെ അങ്ങെടുത്തോളൂ, അതൊന്നും നോക്കി വേണ്ട. ഈ ശിഷ്ടരത്നം വെച്ച് പൂജിച്ച ഈ കട്ടകാലമൊക്കെ നീങ്ങൂലോ, അപ്പോൾ അതൊന്നും ഇവിടെ വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. സത്രാജിത്ത് കൊടുത്തില്ല. സൂത്രത്തിൽ ഒഴിഞ്ഞു മാറി. കാര്യം ചോദിച്ചാൽ കൊടുക്കാണ്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ ഒഴികഴിവ് പറയാം. എനിക്ക് തിരക്കുണ്ട് കേട്ടോ കൃഷ്ണ, ഞാൻ പിന്നെ വരാമെന്ന് പറയാം. വിഷയം മാറ്റി സംസാരിക്കാം. ഇതാർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് സൂര്യൻ എന്ന് നുണ പറയാം അല്ലേ? എന്തോ ചോദിച്ചു, എന്തായാലും തരില്ല എന്നാണ്, കൊടുത്തില്ല. ഇത് കാരണം ആവട്ടെ, അത് വെച്ചാൽ പിന്നെ ഉണ്ടോ സ്വൈര്യം ഉണ്ടാവുന്നു? ഭഗവാന് സമർപ്പിക്കാത്തൊരു വസ്തു. പ്രസേനൻ നായാട്ടിന് പോവാൻ എനിക്കതൊന്ന് വേണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഈ പ്രകാശം കണ്ട് വല്ല മൃഗങ്ങളടുത്തേക്ക് വന്നാൽ അതിനെ വധിക്കാലോ. നായാട്ട് പണ്ട് ഒരു കുറ്റമല്ല, കാരണം ദുഷ്ടമൃഗങ്ങളെ കൊല്ലണം. വന്യജീവി സ്നേഹം കൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ താമസിക്കുന്ന നാട്ടിൽ കൂടെ കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കടുവയുടെ സൗന്ദര്യമാണ് നമ്മൾ ആസ്വദിക്കുക. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? അപ്പോൾ ദുഷ്ടമൃഗങ്ങളെ കൊന്ന് പ്രജകളെ രക്ഷിക്കുക എന്നത് രാജാവിൻ്റെ ധർമ്മമാണ്. അവിടെ നായാട്ടൊരു തെറ്റൊന്നുമില്ല. ഹിംസ്രമൃഗങ്ങളെ കൊല്ലണത് ഒരു തെറ്റല്ല എന്നാണ് പണ്ടത്തെ ഒരു രീതി. എന്തപ്പോൾ ഇതിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് പോലെ കാര്യമുണ്ടോ? എന്തായാലും അത് സത്രാജിത്തിന് കൊടുക്കാൻ അത്ര ഇഷ്ടമുണ്ടായിട്ടല്ല കൊടുത്തു. അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് കാര്യമില്ല, മനസ്സോടുകൂടി കൊടുക്കണം. അപ്പം അതിനെ കണ്ടിട്ട് എന്ത് ചെയ്തു? സിംഹം വന്നിട്ട് ആക്രമിച്ചു, കുതിരയെ കൊന്നു, പ്രസേനനെ അടിച്ചു കൊന്നു. ഈ രത്നം സിംഹത്തിൻ്റെ വിരലിൻ്റെ ഇടയിൽ കുടുങ്ങി അങ്ങനെ പോയി. ജാമ്പവാൻ ഇത് കണ്ടു. ഈ കയ്യിലത്തെ തിളക്കം കണ്ടപ്പോൾ ജാമ്പവാന് അത് വേണം തോന്നി. അടിച്ചിട്ട് ആ സിംഹത്തിനെയാണ് കൊന്നു. ജാമ്പവാൻ ശക്തനാണല്ലോ, ആനയെ കൊല്ലാനും വിഷമമൊന്നുമില്ല അദ്ദേഹത്തിന്. ഈ രത്നം അവിടെ ജാമ്പവതിക്ക് കളിക്കാൻ കൊടുത്തു കുട്ടിക്ക്. അപ്പോൾ സത്രാജിത്ത് ഭഗവാനെ കുറിച്ച് അപവാദം പറഞ്ഞു. ഇന്നലെ പ്രസേനൻ നായാട്ടിന് പോയിട്ട് തിരിച്ചു വന്നില്ല. അപ്പം എന്തേ സത്രാജിത്തെ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചിട്ട് കാര്യമുണ്ട് തോന്നണില്ല, പ്രസേനൻ ഇനി വരില്ല. എന്താ സത്രാജിത്തെ ഇങ്ങനെ പറയണ? അല്ല, കൃഷ്ണൻ ഇന്നലെ ആ രത്നത്തിനെ പറ്റി ഒരു ചോദ്യമൊക്കെ ഉണ്ടായി. ഇന്നിപ്പോൾ കാണാതിരുന്നപ്പോൾ കൃഷ്ണൻ ഇതിലെന്തോ പങ്കുണ്ട് എന്ന് തീർച്ചയാണ് എന്ന് സത്രാജിത്ത് പലരോടും പറഞ്ഞു. ആരോടും പറയരുത് എന്ന് വിചാരിച്ച് പറഞ്ഞു. അത് എല്ലാവരുടെ ചെവിയിലും എത്തി. ചുരുക്കം കൃഷ്ണൻ ശമന്തകം മോട്ടിച്ചു എന്ന് പാട്ടായി. ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷഗണിക. നാരായണീയത്തിൽ മേപ്പത്തൂര്
നല്ല ആൾക്കാരുടെ ഒരു കണിക ദോഷം വന്നാൽ അത് പാടി നടക്കാൻ ജനങ്ങൾക്ക് വളരെ ഉത്സാഹം കൂടുതൽ. നല്ല വെളുത്ത വസ്ത്രത്തിൽ ചേറ് തെറിച്ചാലല്ലേ ഇത് കാണുള്ളൂ. ഡിസൈനുള്ള കാവ്യമുണ്ടല്ലോ, ലിംഗിയിലും ചളിയായ അറിയില്ലാവോ. അപ്പോൾ ഇവിടെ ഭഗവാന് ശുദ്ധമായിട്ടുള്ള യശസ്സുള്ള ആളാണ്. അപ്പം അതിങ്ങനെ കേട്ടിട്ട് ഈ എല്ലാവരും പരസ്പരം കർണേ ജപഞ്ജന കൃഷ്ണ സത്രായത്ത് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കൃഷ്ണൻ്റെ ചെവിയിൽ എത്തിയില്ലേ, അന്വേഷിച്ച് അതിന് തുമ്പുണ്ടാക്കണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. അങ്ങനെ അന്വേഷിച്ചു. കുതിരയുടെ കാലടിപ്പാടുകൾ, സിംഹത്തിൻ്റെ കാലടിപ്പാടുകൾ, ജാമ്പവാൻ്റെ ഗുഹയിൽ കുറച്ച് യാദവന്മാർ കൂടിയുണ്ട്. ഈ സമയത്ത് ദേവിയെ ഉപാസിച്ചു വസുദേവരെ എന്ന് പറയുന്നു. നാരദൻ പറയുന്നു. ദേവി ഭാഗവത്തിൽ മഹാത്മ്യം പറയുമ്പോൾ അങ്ങനെ പറയും, ദേവിയുടെ മഹാത്മ്യം. 27 ദിവസം ദ്വന്ദ്വയുദ്ധം ഉണ്ടായി. അവസാനം ജാമ്പവാന് മനസ്സിലായി ഇത് വേറെ ആരുമല്ല, ഭഗവാനാണ്. കാരണം കണക്കിന് ഒരു ഇടി ഭഗവാൻ ടൺ കണക്കിന് വെയിറ്റിനാണ് കൊടുക്കുകയാണ്. ഇങ്ങനൊരു ഇടി തന്നെ ഇടിക്കാൻ ആർക്കേ കഴിയൂ? ശ്രീരാമന് മാത്രമേ കഴിയൂ. അപ്പോൾ രാമാവതാര കാലത്ത് യുദ്ധം ചെയ്യുമ്പോൾ ജാമ്പവാൻ ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇതാ ജാമ്പവാൻ, എന്നോടൊന്ന് യുദ്ധം ചെയ്യണമെന്നുണ്ടോ, രസം വല്ലാണ്ട് കൂടുന്നുണ്ടോ ചോദിച്ചു. ജാമ്പവാൻ പറഞ്ഞു, യുദ്ധം ചെയ്യുകയാണെന്ന് വെച്ചാൽ അങ്ങേപോലുള്ളവരോട് വേണം യുദ്ധം ചെയ്യാൻ. അടുത്ത അവതാരത്തിൽ അതിനുള്ള അവസരം ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഒരു ഭാഗത്ത്, രാമനും വാനരന്മാരും ഒരു ഭാഗത്തല്ലേ. അപ്പം ആ ഒരു അവസരം മോഹമാണ് തീർത്തു കൊടുത്തത്. അത്രേ കണ്ണാണ് മിഴിച്ചു നോക്കി ഭഗവാനെ കണ്ടു. കണ്ണ് മിഴിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ജാമ്പവാനെ. അയ്യോ, ഈ ഭഗവാനാണ് യശേഷ ദുഃഖലിത രോഷ കടാക്ഷമോക്ഷൈ. നോട്ടം കൊണ്ട് തന്നെ സമുദ്രത്തെ രാമാവതാര കാലത്ത് വിറപ്പിച്ച ആളാണത്. ജാമ്പവാന് നല്ലോണം അറിയാം. വഴി തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ തുള്ളി വെള്ളം ഇതിലില്ലാണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കടാക്ഷമോക്ഷേ പത്മാതിശ ക്ഷുഭിത നക്ര തിമിംഗലോപ്തി. തിമിംഗലങ്ങളും ജലജീവികളും നിറഞ്ഞ സമുദ്രത്തെ വിറപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ. രാമേശ്വരത്ത് ഇപ്പോഴും സമുദ്രം ശാന്തമാണെന്നാണ് പറയണം. ആണ്, നമ്മൾ പോയി കണ്ടതാണ്. അവിടെ ഇറങ്ങി കുളിക്കാം. എവിടെയും പരിചയമില്ലാത്തൊരു സമുദ്രത്തിൽ ഇറങ്ങാൻ പറ്റില്ലയോ. അപ്പോൾ അവിടെ ഈ ഒരു കാരണം കൊണ്ട് സമുദ്രം പേടിച്ച് നിൽക്കണമെന്ന് ഇപ്പോഴും ഐതിഹ്യം. ചിലതൊക്കെ നോക്കിയാൽ കഥകളൊക്കെ ഉണ്ടായതാണെന്ന് തെളിവായിട്ട് നമുക്ക് തോന്നും. എന്തായാലും ആ രാമനെ നമസ്കരിച്ചു, ശമന്തകരത്നം കൊടുത്തു, പുത്രിയായിട്ടുള്ള ജാമ്പവതിയെയും വിവാഹം കഴിച്ചു കൊടുത്തു. രത്നം സത്രായത്തിന് കൊടുത്തു. സത്രായത്തെ ഞാനൊന്നുമല്ല രത്നം എടുത്തിരിക്കേണ്ടത്, അതിൻ്റെ കഥ അതാ ഇങ്ങനെയൊക്കെയാണ്. സത്രായത്തിന് വലിയ പശ്ചാത്താപം തോന്നി. കൃഷ്ണ, ഈ രത്നം അങ്ങ് തന്നെ കയ്യിൽ വെക്കണോ? വേണ്ട, ഇനി എനിക്കത് വേണ്ട. കാരണം അന്നൊരു കമ്പം തോന്നി. ഇത് അനർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. സത്രായത്തെ ഇത് അങ്ങനെ കയ്യിൽ വെച്ചോളൂ. എന്നാൽ എൻ്റെ മകളായ സത്യഭാമയും കൂടി അതെങ്കിലും സ്വീകരിക്കണം എന്ന് പറഞ്ഞ സത്യഭാമയെ സ്വീകരിച്ചു. അങ്ങനെ 3 പത്നിമാരായി. ഒന്ന് രുക്മിണി സാത്വിക, അതിൻ്റെ പ്രതീകം. പിന്നെ സത്യഭാമ രാജസവും ജാമ്പവതി താമസവും. ജീവൻ്റെ ഗുണങ്ങൾ ഇങ്ങനെയാണ് പ്രപഞ്ചത്തിലേക്ക് വർദ്ധിക്കുന്നത്. സാത്വിക, രാജസ, താമസ ഭാവങ്ങളായിട്ട് 3 പത്നിമാരെ. അതിനെ തുടർന്ന് 5 പത്നിമാർ വേറെയുണ്ട് എന്ന് പറയുകയാണ്. കാളിന്തി, മിത്രവിന്ദ, അതുപോലെ തന്നെ ഭദ്ര, ലക്ഷ്മണ, അങ്ങനെ 5 പത്നിമാർ വേറെയും. കാളിന്തി, മിത്രവിന്ദ, ലക്ഷ്മണ, ഭദ്ര, സത്യ. ഈ സത്യ വിവാഹം കഴിക്കുമ്പോൾ 7 കാളകളെ പിടിച്ച് കെട്ടുന്നവനെ കൊടുക്കുള്ളൂ. ഒരു പന്തയം സത്യയുടെ അച്ഛൻ നഗ്നജിത്ത് രാജാവ് നിശ്ചയിച്ചിരുന്നു. ഭഗവാൻ പ്രയാസം അത് ചെയ്തു. വേറെ ആർക്കും മിത്രവിന്ദയെ, അതായത് സത്യയെ കിട്ടിയില്ല. സത്യയാണ് അച്ഛയുടെ അച്ഛനാണ് ഈ പന്തയം നിശ്ചയിച്ചത്. ഭദ്രയെ കന്യാദാന പ്രകാരം വിവാഹം കഴിച്ചപ്പോൾ 2ആയി. കാളിന്തി തപസ് ചെയ്യുമ്പോൾ അർജുനൻ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചു. അങ്ങനെ കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ. മുകളിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യം, യന്ത്രമത്സ്യം. അതിൻ്റെ നിഴൽ താഴത്തുള്ള വെള്ളത്തിൽ കണ്ടിട്ട് അതിനെ വീഴ്ത്തണം. മത്സ്യത്തിനെ നേരിട്ട് നോക്കാൻ പാടില്ല. ആർക്കും കഴിഞ്ഞില്ല. ഭഗവാൻ സാധിച്ചു. അങ്ങനെ ലക്ഷ്മണയും വിവാഹം കഴിച്ചു. ഇങ്ങനെ 5 പത്നിമാർ ആയി. 8 പത്നിമാരായി അല്ലേ. 3 നേരത്തെ പറഞ്ഞു. ജാമ്പവതി, ഭദ്ര, ജാമ്പവതി, സത്യഭാമ, രുക്മിണി, അങ്ങനെ 3. ഇത് 5. ഇനി 16,100 പത്നിമാർ നരകാസുരനെ വധിച്ചിട്ടും ഭഗവാൻ സ്വീകരിച്ചു. ഇതാണ് ഭഗവാന്റെ മറ്റ് വിവാഹങ്ങൾ എന്ന് പറയുന്നത്. അഷ്ടമഹിഷി വിദ്വാഹം,
അത് നരകാസുരനുമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. നരകാസുരൻ വരം വാങ്ങി അമ്മയുടെ കൈകൊണ്ടേ വധിക്കപ്പെടാൻ പാടൂ. വിചിത്ര വരങ്ങളാണ്. അമ്മ കൊല്ലില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ സത്യഭാമ ഭൂമിയുടെ അവതാരമാണ്. സത്യഭാമയെ കൊണ്ട് ഭഗവാൻ കൊല്ലിക്കുകയാണ് ചെയ്തത്. അപ്പം അവൻ തടങ്കലിൽ വെച്ച 16,000 പത്നിമാർ, 16,100 പത്നിമാരെ ഭഗവാൻ, അവർക്കിനി വേറെ ആരും അവരെ സ്വീകരിക്കില്ല പണ്ടത്തെ കാലത്ത്. ഒരു ആളുടെ കൂടെ പോയാലേ അപ്പോൾ ഭഗവാൻ അവരെ എല്ലാം സ്വീകരിച്ച് അവർക്കും കൂടി ആശ്രയം നൽകി എന്നും പറഞ്ഞിട്ടാണ് ഭഗവാന്റെ രുക്മിണീ സ്വയംവരത്തിന് ശേഷമുള്ള വിവാഹങ്ങളെയും പറഞ്ഞത്. ചെമന്തകമായിട്ട് ബന്ധപ്പെട്ട് സത്യഭാമയും ജാമ്പവതിയും വിവാഹം കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ പെട്ടിട്ട് ചുട്ടരിക്കപ്പെട്ടു എന്ന് കേട്ടു. ചുട്ടരിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ വാർത്ത പരന്നു. ബന്ധുധർമ്മം അനുഷ്ഠിച്ചിട്ട് ഭഗവാൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്തു. ആ സമയത്ത് ബലരാമൻ ദുര്യോധനനെ ഗദായുദ്ധം പഠിപ്പിച്ചു. അങ്ങനെ കൗരവർ ഒരു ഭാഗത്തും പാണ്ഡവന്മാരുടെ ഭാഗത്തും ആവുമ്പോൾ കൃഷ്ണൻ പാണ്ഡവന്മാരുടെ ഭാഗത്തും ബലരാമൻ കൗരവൻ ഭാഗത്തും ആവേണ്ടി വന്നു. ശിഷ്യനെതിരായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ, ശിഷ്യനെതിരായിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു ഭാവം കൊണ്ടാണ് ബലരാമൻ അങ്ങനെയൊക്കെ ആവേണ്ടി വന്നു എന്നും പറഞ്ഞ് ശതധന്വാവ് കൊടുക്കാം, ശതധന്വാവിന് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു ഈ സത്യഭാമയെ. അത് മാറ്റിയിട്ട് ഇവിടെ കൃഷ്ണന് കൊടുത്തു എന്നും പറഞ്ഞ് ഈ ശതധന്വാവ് എന്ത് ചെയ്തു? സത്രാജിത്തിനെ വധിക്കുകയാണ്. ചിലരുടെ ഏഷണി ഉണ്ട്, അതിൽ കൃതവർമാവ് അക്രൂരൻ പേരൊക്കെ ഏഷണി കൂട്ടി. സത്യഭാമയെ സത്രാജിത്തിനെ വധിച്ചു. സത്രാജിത്തിനെ വധിച്ചപ്പോഴോ സത്യഭാമ മകൾ അച്ഛൻ മരിച്ചു, ഇങ്ങനെ ദാരുണമായിട്ടുള്ള അന്ത്യം ഉണ്ടായി എന്ന് മാർത്തടിച്ച് കരയാൻ തുടങ്ങി. ഭഗവാൻ ആശ്വസിപ്പിച്ചുകൊണ്ട് വന്നു. ശരധന്വാവിനെ വധിച്ചു. ശരധന്വാവിനെ വധിച്ചു. അക്രൂരൻ്റെ ഈ രത്നം കിട്ടി. കാരണം ഈ രത്നാട് എറിയാണ് അവൻ ശതധന്വാവ്. അത് അക്രൂരന് കിട്ടി. ശരധന്വാവിനെ വധിച്ചിട്ടും രത്നം കിട്ടിയില്ല. ഈ രത്നം അവൻ മോഷ്ടിച്ച് കൊണ്ടുപോവാണ് സത്രായത്തിനെ കൊന്നിട്ട്. ശരധന്വാവിൽ നിന്ന് രത്നം കിട്ടാതെ ഭഗവാൻ അങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും അപവാദം ഉണ്ടായി. അങ്ങനെ അക്രൂരൻ കാശിയിൽ ഈ രത്നം വെച്ച് പൂജിച്ചു. കിട്ടിയ പണം മുഴുവൻ ദാനം ചെയ്തു. ഇത് ഭഗവാൻ അറിഞ്ഞു. കഴിഞ്ഞുകൂടാൻ വഴിയില്ലാത്ത അക്രൂരൻ ഇത്രയും ധനം എങ്ങനെ ദാനം ചെയ്യണത്? രത്നം അവിടെ എത്തിയിട്ടുണ്ട്. ആളെ അയച്ചു വരുത്തി സരസ്വതി വെച്ചിട്ട് ആ രത്നം അക്രൂരന് ഭഗവാൻ നൽകി. ഇതാണ് കഥ. ശതധന്വാവ് എറിഞ്ഞതാണ് അക്രൂരൻ്റെ അടുത്തേക്ക്. തൊണ്ടി കയ്യിൽ നിന്ന് പോയാൽ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അപ്പോഴേക്ക് ശതധന്വാവിനെ വധിക്കൽ കഴിഞ്ഞിരുന്നു. ഈ സെവന്തകം ശരിക്കും എന്താണ് കഥ? നല്ല വസ്തുക്കൾ ഈശ്വരന് സമർപ്പിക്കാതെ കൊണ്ടുപോയാൽ അതുകൊണ്ട് അനർത്ഥം ഉണ്ടാവും. കൃഷ്ണൻ ചോദിച്ചാൽ കൊടുത്താൽ മതിയായിരുന്നു, അവരനർത്ഥം ഉണ്ടാവുള്ളൂ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, കൃഷ്ണൻ അനുഗ്രഹിക്കുകയും ചെയ്യും ഇല്ലേ. അതിന് പകരം ഇപ്പോൾ ഇവിടെ ആരൊക്കെ മരിച്ചു? പ്രസേനൻ മരിച്ചു, അത് കേട്ട് സത്രാജിത്ത് മരിച്ചു, ശരധന്വാവ് മരിച്ചു, കുതിര മരിച്ചു. എത്ര മരണങ്ങളായി അതിനെക്കുറിച്ച് നോക്കൂ. അർത്ഥം അനർത്ഥം ഭാവയ നിത്യം. അമിതമായിട്ടുള്ള ധനം എപ്പോഴും അപകട സൂചനയാണ്, സംശയമൊന്നുമില്ല. കാരണം പണ്ട് ഈ സ്വർണം കളഞ്ഞു കിട്ടിയ കഷ്ടകാലമാണെന്ന് പറയും. കഷ്ടകാലത്തെ എത്രയേ സ്വർണം കളഞ്ഞു കിട്ടുള്ളൂ. അതുകൊണ്ടൊരു ആപത്ത് ഉറപ്പാണെന്നാണ്. അതുകൊണ്ടത് എടുക്കരുത് എന്നാണ് പറയുക. അത് നമുക്ക് ആപത്തിനെ കൊണ്ടുവരും. നല്ല വസ്തുക്കൾ കിട്ടിയ ഭഗവാന് സമർപ്പിച്ച ആദ്യത്തെ ഇളനീര് ഭഗവാൻ അഭിഷേകം ചെയ്യുക, ആദ്യത്തെ ശമ്പളം കൊണ്ടൊരു ഈശ്വരകാര്യം ചെയ്യുക, അതിനൊക്കെയുള്ളൊരു പതിവ് നമുക്കുണ്ടാവണം. നല്ലൊരു മാങ്ങ ഉണ്ടായി ആദ്യത്തെ ആണെങ്കിൽ അത് നേദിക്കുക ഭഗവാന്. അങ്ങനെയാവുമ്പോൾ തുടർന്ന് നല്ല അനുഭവങ്ങളുണ്ടാവും. ഈ സൂക്ഷ്മത്തിൽ ഈ ശരീരം ഒരു സെമന്തകമാണെന്ന് കൂട്ടുക. അത് ഈ വെച്ച് പൂജിച്ചാൽ 8 ഭാരം സ്വർണം കിട്ടും. ഇതാ 8 ഭാരം സ്വർണം അഷ്ടൈശ്വര്യ സിദ്ധി ഈ ശരീരം കൊണ്ട് നമുക്ക് നേടാം. അല്ലെങ്കിലോ ഈശ്വരന് സമർപ്പിക്കാണ്ടിരുന്നാലോ കുരങ്ങൻ്റെ കളിപ്പാട്ടാവുക. അവിടെ തട്ടിക്കളിച്ചു ജാമ്പവതി ഇല്ലേ. കുരങ്ങനാരാ? മനസ്സ്. നമ്മുടെ മനസ്സിന് തട്ടിക്കളിക്കാൻ ശരീരത്തെ, ജീവിതത്തെ, ജന്മത്തെ കൊടുക്കരുത്. മനസ്സ് പറയുന്നതിനനുസരിച്ചല്ല ചെയ്യേണ്ടത്. ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം ജന്മത്തെ ഉപയോഗിക്കാൻ. അങ്ങനെയാണ് 8 ഭാരം സ്വർണം കിട്ടും എന്നും കൂടിയുള്ള ആന്തരാർത്ഥം സെമന്തകത്തിന് അറിവുള്ളവർ പറഞ്ഞ് കേട്ടിരിക്കണം. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോതി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.